ഒരണു മണി തൂക്കം അള്ളാഹ് മരിച്ചവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന കുറച്ച് വചനം കൂടെ പറയാം, കാരണം ഇതിന്റെ വിഷയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി. 34 അധ്യായം, അതെന്റെ വകയല്ലേലോ, സൂറത്തു സബഹ്. അതിൽ പറയാണ് 22-ാമത്തെ വചനം. അതിൽ പറയുന്നത് അറിയോ? അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, ലാ യംലികൂന മിസ്കാല ദർറ, അവർക്കൊരു മിസ്കാല ദർറത്ത് കഴിവ് കൊടുത്തിട്ടില്ല. ഈ മരിച്ചുപോയവരെ പൂർവികരെ വിളിക്കുന്ന ആളുകൾ നബിയുടെ കാലത്തുണ്ടല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ ഖുർആനിൽ പറയുന്നത് ആ മരിച്ചുപോയവർക്ക് മിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞാൽ അണുത്തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂചിയുടെ ഏറ്റവും അറ്റമില്ലേ, ആ അറ്റത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയേ, സൂചിയുടെ ഏറ്റവും അറ്റത്തേക്ക് അത്ര പോലും കാര്യം മരിച്ചുപോയ ഒരു മഹാനും ഒരു വലിയും ഒരു നബിയും അധീനപ്പെടുത്തിയിട്ടില്ല. ചിന്തിക്ക്, അല്ലെങ്കിൽ ഉസ്താദുമാരെ കൊണ്ട് അർത്ഥം വെപ്പിക്കും. ലാ യംലികൂന മിസ്കാല ദർറ എന്ന് പറഞ്ഞാൽ സകല കഴിവും കൊടുത്തു, ഒരണുമണി തൂക്കം കഴിവ് കൊടുത്തിട്ടില്ല. الذين زعمتم من دون الله فلا يملكون كشف الضر عنكم ولا تحويلا اولئك الذين يدعون يبتغون നോക്കൂ, അല്ലാഹു പറയാണ് ഉലൈക الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب ويرجون رحمته ويخافون عذابه ان عذاب ربك كان محذورا. 17 അധ്യായം 56-57 വചനം സൂറത്ത് ഇസ്രാ. അതിലെന്താണ് അറിയോ? അല്ലാഹു കുർബാൻ നിങ്ങൾ വിളിക്കുന്ന ഔലിയാക്കൾ അമ്പിയാക്കളില്ലേ, മാന്മാര്, അവർക്ക് ഞാനൊരു കഴിവും കൊടുത്തിട്ടില്ല എന്ന് പറയണം. അവരിൽ തന്നെ മഹാന്മാരായ ആളുകളില്ലേ, അവര് പോലും അള്ളാഹിനോട് വസീല തേടുകയാണ്. നിങ്ങൾ വിളിക്കുന്ന മാന്മാരില്ലേ, അവര് പോലും അള്ളാഹിന്റെ ശിക്ഷനെ പേടിക്കുന്നോല, അവര് പോലും അള്ളാഹുവിനോട് തേടുകയാണ്. പിന്നല്ലേ നിങ്ങൾ അവരോട് തേടല്? എത്ര സിമ്പിളായിട്ട് അള്ളാഹ് പറഞ്ഞു തന്നു ഈ ഒരു ആയത്ത്. സമസ്തയിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ നിങ്ങളെ ലൈഫിൽ ഇതൊക്കെ അള്ളാഹിന്റെ ഖുർആനിലുള്ളതാണല്ലോ, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ?